ശ്രീ രാജു പി നായർ, 55 പേരുടെ ലിസ്റ്റാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഇന്നിപ്പോൾ അടുത്ത പട്ടിക വരുമെന്ന് പറയുന്നു. ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കാം. പക്ഷേ ഏതാണ്ട് കുറച്ചു പേരുടെ പേരും കൂടെ എന്നാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. എന്താണ് ഇത് പൂർണ്ണ പട്ടികയാകാത്തത്? കെ സുധാകരനാണോ ഇപ്പോൾ തടയിട്ട് നിൽക്കുന്നത്? അല്ല, അത് സിഇസിയുടെ മുന്നിലുള്ള വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ, ഒരാൾക്കും പറയാൻ കഴിയില്ല. KPCC പ്രസിഡന്റ് ആ സിഇസിയുടെ ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ മുഴുവൻ പട്ടികയും എത്തും എന്നാണ് കരുതുന്നത്. എവിടെയെങ്കിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അതില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് പറയുന്നതിൽ പരിമിതി എനിക്കറിയാം. പക്ഷേ പാർട്ടിയിൽ അവിടെ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന പ്രതികരണങ്ങൾ, വിമത പ്രതികരണങ്ങൾ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കാസർഗോഡെ DCC പ്രസിഡന്റ് പറയുകയാണ്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ളവർ മതിയെന്ന്. ഇങ്ങനെയാണോ പാർട്ടിയുടെ ഒരു അച്ചടക്കം? നിങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ ശരി തന്നെ. നിങ്ങൾക്കിത് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണല്ലോ. 10 വർഷത്തിന് ശേഷം അധികാരം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്നിടത്താണ് എല്ലാ ആത്മവിശ്വാസവും ചോരുന്ന രീതിയിൽ ഈ 3 ദിവസമായി നടക്കുന്ന നാടകം. അല്ലെ, സ്മൃതി പറഞ്ഞതിലെ റൈഡർ ശരിയാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യമുണ്ട്, പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടാവും, ചിലപ്പോൾ സമ്മർദ്ദങ്ങളുണ്ടാവും, ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവും. ഇതെല്ലാം ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളതാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി ഏകശിലാരൂപത്തിലുള്ളതല്ല. അപ്പോൾ പലർക്കും പല കാര്യങ്ങൾ കൊണ്ട് പലതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം പലപ്പോഴും മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്തു പറയാറുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാം ഇരുമ്പുകൂടിനകത്താണ് എന്ന് പറയുന്ന പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആലപ്പുഴയിൽ G. സുധാകരൻ മുതൽ V. കുഞ്ഞികൃഷ്ണൻ മുതൽ ശ്രീ ഗോവിന്ദൻ, TK ഗോവിന്ദൻ മുതൽ ഏറ്റവും സമുന്നതരായ, ഏറ്റവും പ്രബലരായ സമുന്നതരായ നേതാക്കളാണ് ഇന്ന് CPM-നെതിരെ കലാപ കൊടിയുയർത്തുന്നത്. ഇപ്പൊ റിപ്പോർട്ടർ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് വിട്ടൊരു ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൃപ്പൂണിത്തുറയിൽ, എന്റെ നാടാണ്, എന്റെ നിയോജകമണ്ഡലമാണ്, തൃപ്പൂണിത്തുറയിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ പാർട്ടിക്കകത്ത് വലിയ അതൃപ്തി എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ചർച്ചകളിൽ വരാറുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ നേരത്തെ ഇവിടെ MLA ആയിരുന്ന ആള് ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് വലിയ അതൃപ്തി എന്നുള്ള വാർത്തകൾ നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഈ അതൃപ്തി പുകയുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയത്തിനകത്ത് ഒരു MLA സീറ്റ് കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാരും ഇതിനകത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സീറ്റ് കിട്ടി മത്സരിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ചിലപ്പോൾ ജയിച്ചേക്കാം, ചിലർക്ക് ചിലപ്പോൾ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, അങ്ങനെ പലതുണ്ടാവും. അത് കോൺഗ്രസിനകത്ത് കൂടുതലായിട്ടുണ്ടായി എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുന്നു. ഞാനതല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് CPM-നകത്ത് നടക്കുന്നത് എന്താ? CPM-നകത്ത് നടക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പൊട്ടൽ. കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളെ സംസാരിച്ച് തീർക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളതാണ്. പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാൻ കഴിയുന്നതാണെന്ന് ഇപ്പൊ വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വരെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതമായ നേതൃത്വം പോലും ഇടപെട്ടിട്ട് പോലും വഴങ്ങാതെ നിൽക്കുന്ന അപ്പുറത്ത് ഏറ്റവും പ്രബലരായ CPM-ന്റെ സ്ഥാനാർത്ഥികളുണ്ട്. അവർ ഈ പാർട്ടിയുടെ അവസാനത്തെ ആണിയടിക്കുന്നവരാണ്. എത്രമാത്രം ജനങ്ങൾ ഇന്ന് CPM-നെ വെറുക്കുന്നു എന്നുള്ളത് ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അവരുടെ ജനാധിപത്യമില്ലായ്മയും എല്ലാം എത്രമാത്രം പ്രകടമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സീറ്റ് തർക്കമുണ്ട് നാളെ വന്നാൽ, ഞങ്ങളെ സംബന്ധിച്ചോളം പിന്നീട് ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ചർച്ച മാറും. പക്ഷെ G. സുധാകരനും ശ്രീ TK ഗോവിന്ദനും ശ്രീ കുഞ്ഞികൃഷ്ണനും ശ്രീ PK ശശിയും ഉൾപ്പെടെയുള്ളവർ കൊളുത്തിവിട്ടിരിക്കുന്ന ഈ അതൃപ്തിയും വിവാദവും CPM-നകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുമോ? ശരി, ആ അതൃപ്തി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണല്ലോ നിങ്ങൾ കരുതിയത്? അതുകൊണ്ടാണോ പലയിടത്തും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്? ഇപ്പോൾ തളിപ്പറമ്പിൽ തീരുമാനിക്കുന്നു, പയ്യന്നൂരിൽ തീരുമാനിക്കുന്നു, അമ്പലപ്പുഴയിൽ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ തന്നെയും പാർട്ടിക്കകത്ത് പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ഇവിടെ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നിട്ടാണോ ഇവരെ പിന്തുണയ്ക്കുന്നതെന്ന്. ഇപ്പോൾ തളിപ്പറമ്പിലെ പിന്തുണയ്ക്കലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണം
CPM വിട്ട് വരുന്നവർ CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPM-നെ നന്നാക്കാനാണോ നിങ്ങൾ ഈ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യം വരെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്ന് ഉയരുകയാണ് ശ്രീ രാജു പി നായർ. എവിടെയൊക്കെയുള്ള ശബ്ദം നിങ്ങൾ അടപ്പിക്കും? ഇതിപ്പോൾ ഇനി 2 ദിവസം 3 ദിവസമേ ഉള്ളൂ, സമയമില്ല. ബാക്കിയുള്ളവരൊക്കെ യാത്ര തുടങ്ങിയിരിക്കുന്നു, വോട്ട് ചോദിച്ചതാ ഇറങ്ങിയിരിക്കുന്നു, റോഡ് ഷോയാണ്. സ്മൃതി, ഞാൻ കാപട്യമില്ലാതെ പറയുകയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിച്ച് ഞങ്ങളൊരു ടീമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷെ CPM ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നടന്ന വിഷയം എന്താ? M. സ്വരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തൃപ്പൂണിത്തുറയുടെ പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ചരട് വലിച്ചു എന്നും സ്വരാജിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ പാർട്ടി നടപടിയെടുത്തവരല്ലേ? ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ CPM-നകത്ത് അങ്ങനെയല്ല. CPM-നകത്ത് അടിവേര് വെട്ടാനുള്ള പ്രവർത്തനങ്ങൾ അതിനകത്തു നിന്ന് നടക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തൃപ്പൂണിത്തുറ പറഞ്ഞത്. അവിടെയാണ് ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അതിന്റെ പേരിൽ തൃപ്പൂണിത്തുറയിൽ ഞങ്ങളുടെ ചിത്രം ആരാണെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ടീമായിട്ട് ഇറങ്ങും. എന്താ തൃപ്പൂണിത്തുറയിലെ പ്രശ്നം? തൃപ്പൂണിത്തുറയിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ഈ സ്ഥാനാർത്ഥിത്വം മോഹിച്ച ഒരാൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം വേണ്ടി ശ്രമിച്ച ഒരാൾ തെറ്റായിട്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും അതൃപ്തി പുറത്തേക്ക് വന്നിട്ടുണ്ടോ? പിന്നെ തൃപ്പൂണിത്തുറയെ കുറിച്ച് ചോദിക്കുന്നത് എന്തിനാ? ഇപ്പൊ സ്മൃതി ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഞാൻ തന്നെയാണ്. എന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അസംതൃപ്തിയുടെ വാക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, തൃപ്പൂണിത്തുറയിൽ അസംതൃപ്തിയുടെ വാക്കുകളല്ല, ഒന്നിലധികം പേരുകൾ വരുന്നു. അവിടെ നിന്നും കസേര ഒഴിയുന്നവർ നിർദ്ദേശിക്കുന്ന പേര് വേറെ, ജയിക്കാൻ സാധ്യത മറ്റൊരാൾ, ഇങ്ങനെയുള്ള ചർച്ചകൾ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒന്നിലധികം പേര്, അങ്ങയുടെ പേരും ശരിയാണ്, നേരത്തെ ഒരു കേട്ടിരുന്നു. സ്മൃതി, തീർച്ചയായിട്ടും ഒന്നിലധികം പേരുകൾ വരും, പല പേരുകൾ വരും. ആ പേരുകളെല്ലാം ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ആ പേരുകളിൽ ആരെങ്കിലും ഒരാൾ പരസ്യമായിട്ട് അതൃപ്തി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് പാർട്ടിക്കകത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ പാർട്ടിയുടെ തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ പരസ്യമായ ശബ്ദമൊന്നും വന്നിട്ടില്ല. പക്ഷെ പരസ്യ ശബ്ദം വന്നതും കരച്ചിലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കലും അപ്പുറത്ത് നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട്, പലയിടത്തായി നമ്മളത് കാണുന്നുണ്ട്. കാസർഗോഡ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കില്ല സന്ദീപ് വാര്യരെ എന്ന്. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, അത് തീരുമാനമായതായിട്ട് അറിയില്ല. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ആളുണ്ട്, പുറത്തുനിന്ന് ആരും വേണ്ട എന്ന് പരസ്യമായി പറയുകയാണ്. അല്ലല്ല സ്മൃതി, ഞാൻ പറയാം, 97ഓളം സീറ്റാണെന്ന് എന്റെ ഓർമ്മ. എനിക്ക് സംശയം, 97ഓളം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. അവിടെ എല്ലായിടത്തും ഒന്നിലധികം പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരിടത്തും അവിടെ 2ഓ 3ഓ സീറ്റുകളിൽ എന്തെങ്കിലും പരസ്യ പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ 94-നേക്കാൾ വലുത് 3 എന്ന് പറയരുത്. എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് തന്നെയല്ലേ ഇപ്പൊ CPM നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യമായ പ്രതികരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പോസ്റ്റർ വരെ ഒട്ടിക്കുന്ന അവസ്ഥ വന്നില്ലേ? അപ്പൊ 97-ൽ 3 സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ 94-നേക്കാൾ വലുതാണ് 3 എന്ന് പറയരുത്. 93 പ്രഖ്യാപിച്ചപ്പോൾ എവിടെയോ ചില സ്ഥലത്ത് തർക്കമുണ്ട് എന്നുള്ള ആ തർക്കം പരിഹരിക്കപ്പെടും. അങ്ങേക്ക് ഇപ്പോ നെഞ്ച് കൈവച്ച് പറയാമോ മുമ്പ് പറഞ്ഞ 100-ലധികം സീറ്റ് ഈ സമയത്ത്? ഒരു സംശയവും വേണ്ട. കാരണം ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ദുരിതത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ കോൺഗ്രസിനകത്തുള്ള ജനാധിപത്യത്തെയും അംഗീകരിക്കുകയും അതിനെ ശ്ലാഘിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. വലിയ തർക്കത്തിലേക്കും വലിയ അടിയിലേക്ക് പോകുന്ന കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷെ കോൺഗ്രസിനകത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അവർക്ക് കൃത്യമായിട്ട് അറിയാം. സർവാധിപത്യമില്ലാത്ത പാർട്ടിയാണ് ഇന്ന് കേരളത്തിന് ആവശ്യമെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിണറായി വിജയന്റെ സർവാധിപത്യം കണ്ടപ്പോൾ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും ആ ജനാധിപത്യം CPM-ൽ നശിച്ചത് കൊണ്ടാണ് പിണറായി വിജയന്റെ സർവാധിപത്യത്തിലേക്ക് ആ പാർട്ടി പോയിരിക്കുന്നുള്ളൂ. അത് കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വിശ്വസിക്കുകയും ചിന്തിക്കുകയും തീരുമാനവും എടുക്കുകയും ചെയ്ത ജനങ്ങളാണ്. അവർ തീർച്ചയായിട്ടും കോൺഗ്രസിന് 100 സീറ്റിന് മേൽ നൽകി അധികാരത്തിൽ. ഐക്യമില്ലാത്തവരെ എങ്ങനെ വിശ്വസിക്കുമെന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഐക്യമുണ്ടെന്ന് നിങ്ങളാണ് തെളിയിക്കണം. ഞാൻ നിതിൻ കണിച്ചേരിയിലേക്ക് പോകുന്നു. നിതിൻ, കേട്ടല്ലോ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പല അഭിപ്രായങ്ങളുടെ സമന്വയമാണ് ഐക്യം. ശരി, അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരണം, തെരഞ്ഞെടുപ്പിന് മുൻപ് വരണം. പല അഭിപ്രായങ്ങളുടെ സമന്വയമാണ്. നിങ്ങളുടെ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഒരു സമയം നിശ്ചയിക്കണമെന്നേ. സമന്വയമാണ് സമന്വയമൊക്കെ ശരി തന്നെ, അതിന് ഒരു സമയം നിശ്ചയിക്കണം. ഒരു സമയം നിശ്ചയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും തെരഞ്ഞെടുപ്പിന് മുന്നേ നിശ്ചയിക്കേണ്ട എന്തായാലും.
അല്ല, അങ്ങനെയൊന്നും സമയം നിശ്ചയിക്കേണ്ട കാര്യമില്ല. താമസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതാണ് അതിനൊരു സമയം 24 നിശ്ചയിച്ച് മണിക്കൂർ എന്ന ഇരുമ്പ് നേതാക്കൾ ചട്ടയ്ക്കുള്ളിൽ ആത്മവിശ്വാസത്തോട് തീർക്കേണ്ടതല്ല. പറഞ്ഞിരുന്ന ഒരു ദിവസം അത് ഉണ്ടായിരുന്നു ശ്രീ രാജു പി നായർ. അതിപ്പോഴില്ല എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചപ്പോൾ ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. ഇനി നാളെ വേറെ ചിത്രം വരികയാണെങ്കിൽ അങ്ങനെ നോക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. ശരി. Debate with Smriti Parathikkad.